Hi everyone, welcome to Igno Study Plus. In this video, we are going to discuss MEG 5 Unit 3 20th Century Developments. ഈ യൂണിറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ന്യൂ ക്രിറ്റിസം, സ്ട്രക്ചറിസം ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറിസം പോലുള്ള അപ്രോച്ചസ് കമ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഈ 3 സ്കൂളിൻ്റെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ മെയിൻ ഐഡിയാസ് എന്താണ്, ലിറ്ററേച്ചറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ക്രിറ്റിസം, സ്ട്രക്ചറിസം ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറിസം ഈസി ആയിട്ട് ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ആൻഡ് വീഡിയോൻ്റെ ലാസ്റ്റിൽ ഒരു ക്വിക്ക് റിവിഷൻ സമ്മറി കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ഫസ്റ്റ് നമുക്കൊരു സ്മോൾ കോണ്ടെക്സ്റ്റ് നോക്കാം. 19th സെഞ്ചുറി വരെ ലിറ്റററി ക്രിറ്റിസം മെയിൻലി 2 ഇമ്പോർട്ടൻ്റ് ഐഡിയാസിന് അറൗണ്ടായിരുന്നു മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൺ സൈഡിൽ റീസൺ ആൻഡ് ലോജിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ ക്രിറ്റിക്സ് ഉണ്ടായിരുന്നു. ലിറ്ററേച്ചറിന് റൂൾസ്, ഓർഡർ, റീസൺ ആൻഡ് പ്രോപ്പർ ഫോം എന്നിവയുടെ ബേസിസിൽ അനാലിസ് ചെയ്യാനായിരുന്നു അവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റൊരു സൈഡിൽ എക്സ്പെഷ്യലി റൊമാൻറ്റിക് പീരീഡിൽ ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ ഇമ്പോർട്ടൻസ് കിട്ടി. വേർഡ്സ്വർത്ത് പോലുള്ള റൊമാൻറ്റിക് ക്രിറ്റിക്സ് ലിറ്ററേച്ചറിനെ ഫീലിങ്സും ഇമാജിനേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 20th സെഞ്ചുറിയിൽ ലിറ്റററി ക്രിറ്റിസം ഒരു ന്യൂ ഡയറക്ഷൻ എടുത്തു. ക്രിറ്റിക്സിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ലിറ്ററേച്ചർ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് വേയിൽ അനാലിസ് ചെയ്യാൻ കഴിയുമെന്ന്. പേഴ്സണൽ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്രിറ്റിക്സിന് പകരം ലിറ്റററി ടെക്സ്റ്റ് ഇറ്റ്സെൽഫ് സ്റ്റഡി ചെയ്യാൻ ഒരു പ്രോപ്പർ മെത്തേഡ് വേണമെന്ന് ഒരു ഐഡിയ ആയിരുന്നു അവർ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് ഫോർമലിസം, സ്ട്രക്ചറിസം ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറിസം പോലുള്ള ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത്. ഇത് മൂന്ന് പേരും ലിറ്ററേച്ചറിനെ സെയിം വേയിൽ അല്ല അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈച്ച് അപ്രോച്ച് ഹാസ് ഇറ്റ്സ് ഓൺ മെത്തേഡ് ആൻഡ് ഫോക്കസ്. എന്നാലും ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു കോമൺ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മീനിങ് എങ്ങനെ ഉണ്ടാകുന്നു. അത് തന്നെ ഒരു ലിറ്റററി ടെക്സ്റ്റിൻ്റെ മീനിങ്സ് എങ്ങനെ വരുന്നു, വേർഡ്സിനാണോ മീനിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, സ്ട്രക്ചർ ആണോ, ലാംഗ്വേജ് ആണോ, അതോ മീനിങ് സ്റ്റേബിൾ അല്ലേ എന്നൊക്കെ ഈ ക്വസ്റ്റ്യനെ ഡിഫറെൻറ്റ് വേയിൽ ആൻസർ ചെയ്യാനാണ് ഫോർമലിസം, സ്ട്രക്ചറിസം ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറിസം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ 3 അപ്രോച്ചസ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫോർമലിസം നോക്കാം, എക്സ്പെഷ്യലി അമേരിക്കൻ ന്യൂ ക്രിറ്റിസം. ഈ സ്കൂളിൻ്റെ കോർ ഐഡിയ വളരെ സിമ്പിളാണ്. ടെക്സ്റ്റ് ഇറ്റ്സെൽഫ് ഈസ് ദ മെയിൻ ഫോക്കസ്. അതായത് ഒരു ലിറ്റററി വർക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ ഓഥറിൻ്റെ പേഴ്സണൽ ലൈഫ്, ഓഥർ എന്താണ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഓഥറുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇതൊക്കെ സൈഡിൽ വെച്ചിട്ട് ടെക്സ്റ്റിൽ തന്നെ ഫോക്കസ് ചെയ്യണമെന്നാണ് ന്യൂ ക്രിറ്റിക്സ് പറയുന്നത്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റാണ് ഇൻറ്റൻഷൻ ഫാലസി. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഓഥർ എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനെ ബേസ് ചെയ്ത് ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് ഡിറ്റർമൈൻ ചെയ്യരുത്. ഓഥർ ഒരു പെർട്ടിക്കുലർ മീനിങ് ആണ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസ് ആണ് മെയിൻ. സോ ന്യൂ ക്രിറ്റിക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓഥർ അല്ല, ഓഥറിൻ്റെ ഇൻറ്റൻഷൻ അല്ല, ദ ടെക്സ്റ്റ് ഇറ്റ് സെൽഫ് ആണ്. ഇൻ ഷോർട്ട്, ടെക്സ്റ്റിനെ ക്ലോസ് ആയിട്ട് റീഡ് ചെയ്യുക, ടെക്സ്റ്റിൻ്റെ ലാംഗ്വേജ്, സ്ട്രക്ചർ, ഇമാജിനറി, ഐറണി, സിംബലിസം ഒക്കെ അനലൈസ് ചെയ്യുക. അതാണ് ന്യൂ ക്രിറ്റിക്സത്തിൻ്റെ ബേസിക് അപ്രോച്ച്. ന്യൂ ക്രിറ്റിസത്തിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് എഫക്റ്റീവ് ഫാലസി. ഇത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ റീഡറിന് ഉണ്ടാകുന്ന ഇമോഷണൽ റെസ്പോൺസിനെ ബേസ് ചെയ്ത് ടെക്സ്റ്റിൻ്റെ മീനിങ് ഡിസൈഡ് ചെയ്യരുത് എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പോയം റീഡ് ചെയ്യുമ്പോൾ എനിക്ക് സാഡായിട്ടും അല്ലെങ്കിൽ വേറൊരാൾക്ക് ഹാപ്പി ആയിട്ടും തോന്നി. ഈ പേഴ്സണൽ റിയാക്ഷനാണ് ടെക്സ്റ്റിൻ്റെ ആക്ച്വൽ മീനിങ് എന്ന് പറയാൻ കഴിയില്ല. ന്യൂ ക്രിറ്റിക്സ് പറയുന്നത് മീനിങ് ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ്. സോ മീനിങ് കണ്ടുപിടിക്കാൻ നമ്മൾ ടെക്സ്റ്റിൻ്റെ വേർഡ്സ്, സ്ട്രക്ചർ, ഇമാജിനറി, ഐറണി, സിംബലിസം, സൗണ്ട് പാറ്റേൺസ് ഒക്കെ വളരെ കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്യണം. ഇവിടെയാണ് ക്ലോസ് റീഡിംഗ് എന്നൊരു ടെക്നിക്ക് ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയം അല്ലെങ്കിൽ ലിറ്റററി ടെക്സ്റ്റിനെ വളരെ കെയർഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുക എന്നാണ്. അതായത് എവറി ഇമ്പോർട്ടൻറ്റ് വേർഡ്, എവറി ലൈൻ, ഇമാജിനറി, സ്ട്രക്ചർ, സൗണ്ട്, ഐറണി, സിംബലിസം ഇതൊക്കെ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. റിച്ചാർഡ്സ് ആൻഡ് ക്ലിത്ത് ബ്രൂക്സ് പോലത്തെ ക്രിറ്റിക്സ് ഈ ട്രഡീഷണലുമായിട്ട് ക്ലോസ് അസോസിയേറ്റഡ് ആണ്. സോ ന്യൂ ക്രിറ്റിക്സത്തിൻ്റെ ബേസിക് മെത്തേഡ് ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് ലുക്ക് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ്, ലുക്ക് ക്ലോസ്ലി അറ്റ് ദ ടെക്സ്റ്റ്. അതാണ് ക്ലോസ് റീഡിങ്ങിൻ്റെ ബേസിക് ഐഡിയ.
നമുക്ക് സ്ട്രക്ചറിസം നോക്കാം. സ്ട്രക്ചറിസം മനസ്സിലാക്കാൻ നമുക്ക് ഫസ്റ്റ് ഫെർഡിനാൻഡ് ഡി സൊഷൂറിനെ നോക്കാം. സൊഷൂറിന്റെ ലിംഗ്വിസ്റ്റിക് ഐഡിയാസ് ആണ് സ്ട്രക്ചറിസത്തിന്റെ ഫൗണ്ടേഷൻ. സൊഷൂർ പറയുന്നത് ലാംഗ്വേജ് ഒരു സിസ്റ്റം ഓഫ് സൈൻ ആണ് എന്നാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ സൈൻ ആണ്. ഇവിടെ ഒരു സിമ്പിൾ എക്സാം എടുക്കുകയാണെങ്കിൽ കാറ്റ് എന്ന വേർഡ് എടുക്കുക. അപ്പൊ കാറ്റ് എന്ന വേർഡും റിയൽ ആയി പൂച്ചയും തമ്മിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ മലയാളത്തിൽ നമ്മൾ പൂച്ച എന്ന് പറയാം അല്ലേ. വേറെ ലാംഗ്വേജസിൽ വേറെ വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കാറ്റ് എന്ന വേർഡിന് ആ മീനിങ് കിട്ടുന്നത്? സൊഷൂർ പറയുന്നത് വേർഡും മീനിങ്ങും തമ്മിൽ നാച്ചുറൽ കണക്ഷൻ ഇല്ല എന്നാണ്. അതായത് അത് ആർബിട്രറി ആണ്. അതായത് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്ത ഒരു കൺവെൻഷൻ ആണ്. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. അതായത് ഒരു വേർഡ് ഐസൊലേറ്റഡ് ആയിട്ട് നിന്നിട്ടില്ല മീനിങ് ഉണ്ടാകുന്നത്. ലാംഗ്വേജ് എന്ന ലാർജ് സിസ്റ്റത്തിൽ മറ്റുള്ള വേർഡ്സുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വഴിയാണ് മീനിങ് ഉണ്ടാകുന്നത്. ഇതാണ് സ്ട്രക്ചറലിസം ലിറ്ററേച്ചറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചറലിസം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അപ്പോൾ സ്ട്രക്ചറിസ്റ്റ് പറയുന്നത് എന്താ? ഒരു സ്റ്റോറി ആണെങ്കിൽ പോയത്തിനെ മാത്രം ഐസൊലേറ്റഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതിന് പകരം അതിൻ്റെ പിന്നിലുള്ള പാറ്റേൺസ് ആൻഡ് അണ്ടർലൈൻസും സ്ട്രക്ചേഴ്സും നോക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ട്രഡീഷണൽ സ്റ്റോറി എടുക്കുകയാണെങ്കിൽ യൂഷ്വലി ഒരു ഹീറോ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഹീറോ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നു, ഒരു ഹെൽപ്പർ വരും, ഹീറോ ചാലഞ്ചസ് ഓവർകം ചെയ്യും, ഫൈനലി സക്സസ് അല്ലെങ്കിൽ റിവാർഡ് കിട്ടും. അപ്പോൾ സ്റ്റോറി ഡിഫറെൻ്റ് ആണെങ്കിലും ഈ ബേസിക് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് സ്ട്രക്ചറിസത്തിൻ്റെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോറിക്ക് പിന്നിലുള്ള അണ്ടർലൈനിങ് ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് വോൾഡിമാർ പ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പ് റഷ്യൻ ഫോക്ക് ടെയിൽ സ്റ്റഡി ചെയ്തു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോക്ക് ടെയിൽസ് അനലൈസ് ചെയ്തപ്പോൾ അവയിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ബേസിക് ഫൗണ്ടേഷൻ ആണ് സ്ട്രക്ചറൽ പാറ്റേൺ ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്തി. സോ പ്രോപ്പിൻ്റെ വർക്ക് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഐഡിയ തരുന്നത്. ഇപ്പോൾ സ്റ്റോറീസ് ഡിഫറെൻ്റ് ആയിരിക്കാം, ബട്ട് ദർ അണ്ടർലൈൻ സ്ട്രക്ചർ ക്യാൻ ബി സിമിലർ. അപ്പോൾ ഇനി എക്സാമിനായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പാരിസൺ നോക്കാം. ന്യൂ ക്രിറ്റിസിസം ഫോക്കസ് ചെയ്യുന്നത് സിംഗിൾ ടെക്സ്റ്റിലാണ്. അത് ക്ലോസ് റീഡിംഗ് വഴി ടെക്സ്റ്റിൻ്റെ വേർഡ്സ്, ഇമാജറി, ഐറണി, സ്ട്രക്ചർ ഒക്കെ അനലൈസ് ചെയ്യുന്നു. പക്ഷേ സ്ട്രക്ചറിസം ഫോക്കസ് ചെയ്യുന്നത് ലാർജ് സിസ്റ്റംസ് റിക്വയറിംഗ് പാറ്റേൺസ് ആൻഡ് അണ്ടർലൈൻ സ്ട്രക്ചേഴ്സിലാണ്. സോ സിമ്പിളായി പറയുകയാണെങ്കിൽ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ടെക്സ്റ്റും സ്ട്രക്ചറിസം എന്ന് പറയുന്നത് ലാർജ് സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ. അതുകൊണ്ട് ന്യൂ ക്രിറ്റിസിസം ചോദിക്കുന്നത് എന്താണ്? ഈ പെർട്ടിക്കുലർ ടെക്സ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന്. അപ്പോൾ സ്ട്രക്ചറിസം ചോദിക്കുന്നത് എന്താണ്? ഈ ടെക്സ്റ്റിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ലാർജ് സ്ട്രക്ചർ എന്താണ് എന്നാണ്. ഇതാണ് സ്ട്രക്ചറിസത്തിൻ്റെ ബേസിക് ഐഡിയ വരുന്നത്. നമുക്ക് പോസ്റ്റ് സ്ട്രക്ചറിസം നോക്കാം. സ്ട്രക്ചറിസം പറഞ്ഞത് ടെക്സ്റ്റിന് പിന്നിൽ ഒരു അണ്ടർലൈൻ സ്ട്രക്ചർ ഉണ്ട്, അതിലൂടെ മീനിങ് ഉണ്ടാക്കുന്നു എന്നാണ്. പക്ഷേ ജാക്കോസ് ഡെറീഡ ഈ ഐഡിയനെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെറീഡ പറഞ്ഞു കഴിഞ്ഞത് മീനിങ് ഫിക്സ്ഡ് അല്ല. ഒരു വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ നമ്മൾ വേറെ വേർഡ്സിലേക്ക് പോകും. പിന്നെ ആ വേർഡ്സിൻ്റെ മീനിങ് അറിയാൻ വീണ്ടും വേറൊരു വേർഡ്സും കൂടെ വേണം. അങ്ങനെ മീനിങ് ഓൾവേസ് ഡിഫേർഡ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് ഡെറീഡയുടെ ഫേമസ് കൺസെപ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടെക്സ്റ്റിന് ഉള്ളിൽ വൺ ഫൈനൽ ഫിക്സ്ഡ് മീനിങ് ഇല്ല. ഡിഫറെൻ്റ് റീഡിങ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവും. ഇതിനെ അനലൈസ് ചെയ്യുന്ന ഡെറീഡയുടെ റീഡിങ് മെത്തേഡാണ് ഡീകൺസ്ട്രക്ഷൻ. ടെക്സ്റ്റിനുള്ളിൽ കോൺട്രഡിക്ഷൻ കണ്ടുപിടിച്ച് മീനിങ് സ്റ്റേബിൾ അല്ല എന്ന് ഷോ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഈ യൂണിറ്റിൽ ന്യൂ ക്രിറ്റിസിസം, സ്ട്രക്ചറിസം ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറിസം ഈ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.